എനിക്കറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറയാറുണ്ട്, എൻട്രൻസ് കോച്ചിങ് ഈസ് എ ഡേർട്ടി ബിസിനസ്. ലൂസിഫറിലെ ഡയലോഗ് കടമെടുത്ത കേട്ടോ. കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് ഡോക്ടർ ബിലാലിൻ്റെ വീഡിയോ കാണുകയായിരുന്നു, വൈ ഹി ക്വിറ്റ് കോച്ചിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു. കുറച്ച് ചിന്തകൾ അതുമായി അസോസിയേറ്റ് ചെയ്ത് അതിന് അറൗണ്ടായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ത്യയിലെ എൻട്രൻസ് കോച്ചിങ് ഇൻഡസ്ട്രി എന്നുള്ളത് ഏകദേശം 60,000 കോടി രൂപയുടെ ഇൻഡസ്ട്രിയാണ്. റൈറ്റ്, ദാറ്റ്സ് സോ ഹ്യൂജ്. ഇന്ത്യയിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മാർക്കറ്റ്സ് ആണ് കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്നുള്ളത്. എന്നാൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ റിയാലിറ്റി എന്താണ്? 24 ലക്ഷം ആളുകൾ നീറ്റ് പരീക്ഷ എഴുതുന്നു, 1 ലക്ഷം ആളുകൾക്ക് MBBS കിട്ടുന്നുള്ളൂ, മറ്റ് അലൈഡ് കോഴ്സുകൾക്ക് പോകുന്ന മേ ബി 2 ലക്ഷം ആളുകൾ ഉണ്ടായേക്കാം. ജെയ് പരീക്ഷ 15 ലക്ഷം ആളുകൾ എഴുതുന്നു, അതിൽ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പോകുന്ന മേ ബി 1 lakh ആളുകളായിരിക്കും ഉണ്ടായിരിക്കുക. സിവിൽ സർവീസ് പരീക്ഷ 12 ലക്ഷം ആളുകൾ എഴുതിയിട്ട് ലെസ് ദാൻ 1000, അതായത് ഒരു 0.1% മാത്രമാണ് ഇതിന്റെ ഒരു പാസ് റേറ്റ് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കേരള PSC അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗവൺമെന്റ് ജോബ്സിനുള്ള എക്സാം നോക്കിയാൽ മേ ബി 30 or 40 lakhs കേരള PSCക്ക് വേണ്ടിയുള്ള പരീക്ഷകൾ എഴുതുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ്, അപ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയാം ഇതിൽ ഒരു ഭൂരിഭാഗം ആൾക്കാരും വിജയിക്കാൻ പോകുന്നില്ല. നമുക്കുള്ള ഓഡ്സ് എന്നുള്ളത് വളരെ കുറവാണ് എന്നുള്ളത് അറിയാം. പിന്നെയും എന്തുകൊണ്ടാണ് ആളുകൾ ഇതിലോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇതിലെ കീ ക്വസ്റ്റ്യൻ എന്നുള്ളത്. ആ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു ഹോൾ എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സിനെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ട്, ഇത്രയൊക്കെ ഫെയിലിയർ റേറ്റ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആളുകൾ ഇതിലോട്ട് പോകുന്നു? അതിനുള്ള റീസൺ എന്നുള്ളത് ഒരു സാധാരണ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ഞാൻ ഒരു വില്ലേജിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. ഒരു വില്ലേജിൽ നിന്ന്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നല്ല ലൈഫിലോട്ടുള്ള ടിക്കറ്റാണ് ഇത്തരത്തിലുള്ള എക്സാമുകൾ എന്നുള്ളത്. ഇന്ത്യയിലെ ഇത്രയധികം വലിയ ഒരു ജനസംഖ്യക്കിടയിൽ, വലിയൊരു സപ്ലൈ ഉള്ളതിനിടയിൽ നല്ലൊരു പൊസിഷനിൽ എത്തിപ്പെടുക എന്നുള്ളത് ഓരോരുത്തരുടെയും സ്വപ്നമാണ്. ഇപ്പം നിങ്ങൾ കേൾക്കുന്നത്, ഞാൻ കേൾക്കാനുള്ള ഒരു പ്രൈമറി റീസൺസിലൊന്നും ഞാൻ IIT മദ്രാസിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ടാണ്, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്, അതിനെ ബിൽഡ് ചെയ്ത് ഞാനൊരു എക്സ്പെർട്ടീസ് മേ ബി ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് യു ആർ ട്യൂണിങ് ഇൻ ടു മൈ ചാനൽ. റൈറ്റ്, അപ്പോൾ അവിടെ ഒരു എൻ്റെ 15 മുതൽ 18 വയസ്സ് വരെയുള്ള ആ ഒരു സമയത്ത് ഞാൻ നടത്തിയ വലിയൊരു അധ്വാനം എൻ്റെ ലൈഫിനെ വളരെ ഭീകരമായിട്ട്, വളരെ ഒരു പോസിറ്റീവായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു പൊസിഷനിൽ എന്നെ എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ പല രീതിയിൽ എത്തിപ്പെട്ട ആളുകളുണ്ടാവും. നല്ല ജോലിയിൽ 2-3 ലക്ഷം രൂപ സാലറി ഒരു പക്ഷേ 24-25 വയസ്സിൽ വാങ്ങുന്ന ആളുകൾ ഉണ്ടാവാം. അതേപോലെ തന്നെ US-ലോ യൂറോപ്പിലോ പോയിട്ട് അവിടെ ഹയർ സ്റ്റഡീസ് നടത്തി അവിടെ പെർമനന്റ് റെസിഡൻസി കിട്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. ഇന്ത്യൻ സിവിൽ സർവീസിൽ എത്തിപ്പെട്ട് ആളുകളുടെ ലൈഫിനെ ഇമ്പാക്ട് ചെയ്യാവുന്ന വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബ് പൊസിഷനിൽ എത്തിയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. ഇങ്ങനെ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ലൈഫിൽ ഇത്തരം സ്ഥാപനങ്ങൾ, ഇപ്പോൾ എന്തുകൊണ്ട് IIT-യിൽ പഠിക്കണം എന്നുള്ള ചോദ്യത്തിന് ഞാൻ എപ്പോഴും നൽകാറുള്ള ഉത്തരം എന്നുള്ളത്, നിങ്ങൾ നല്ലൊരു എഞ്ചിനീയർ ആവാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ IIT-യിൽ പോയി പഠിക്കേണ്ടത്, അല്ലെങ്കിൽ NIT പോയി പഠിക്കേണ്ടത്, ഇനി എയിംസിലോ ചിപ്മറിലോ പോയി പഠിക്കേണ്ടത് എന്നുള്ളതാണ്. ഈ ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന എന്നുള്ളതാണ്. എന്നാലും അവിടെയുള്ള ഒരു റിയാലിറ്റി എന്നുള്ളത്, അവിടെ ഒരു 1% അല്ലെങ്കിൽ 2% ആളുകൾ മാത്രമാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ എത്തിപ്പെടുന്നത്. ബാക്കി 98% ഫെയിലിയേഴ്സിനെ ആരും കാണാറില്ല, അല്ലെങ്കിൽ അതിന് പിന്നിലെ റീസൺസ് ആരും അന്വേഷിക്കാറില്ല, അവരാരും ആഘോഷിക്കപ്പെടാറില്ല. പല ആളുകളും മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ഡിപ്രഷൻ, അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളിലും എത്തിപ്പെടുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് പ്രശ്നം? ഇനി എന്നോട് പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇങ്ങനെയൊക്കെ ആണെന്നിരിക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ളത്, നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു കാര്യം ഇപ്പോൾ X and Y ലേണിംഗ് പോലുള്ള ഒരു സംഭവം റൺ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, നിങ്ങൾ X and Y തുടങ്ങിയ സമയത്ത് എന്തുകൊണ്ട് നിങ്ങളൊരു എൻട്രൻസ് റിപ്പീറ്റിംഗ് തുടങ്ങിയില്ല? കാരണം എൻട്രൻസ് കോച്ചിങ് സെന്റർ ആദ്യം തുടങ്ങുന്നത് എങ്ങനെ? ഒരു റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ടാവും, പിന്നെ ഒരു ഇന്റഗ്രേറ്റഡ് ബാച്ച് ഉണ്ടാവും, പിന്നെ ഒരു ട്യൂഷൻ ഉണ്ടാവും, അല്ലേ? ഇങ്ങനെയാണ് തുടങ്ങുന്നത്. എന്നാൽ X and Yയുടെ ഫിലോസഫി നേരെ തിരിച്ച. നമ്മളൊരു 6ാം ക്ലാസ് മുതലാണ് നമ്മൾ തുടങ്ങിയത്. 6 മുതൽ 10 വരെയാണ് നമ്മുടെ ഒരു 4000-5000 സ്റ്റുഡൻസ് പഠിക്കുന്നത്. നമ്മളൊരു ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം അല്ലെങ്കിൽ JEE പ്രോഗ്രാമിൽ കഴിഞ്ഞ വർഷമൊക്കെ ലെസ് ദാൻ 100 അല്ലെങ്കിൽ ലെസ് ദാൻ 150 ആളുകൾ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് ഇങ്ങനെ? ഇതിനുള്ള റീസൺ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഈ ഒരു എൻട്രൻസ് കോച്ചിങ് സിനാരിയോയിൽ ഏതൊരു എൻട്രൻസ് കോച്ചിങ് സെന്റർ എടുത്താലും അവിടെ നമുക്ക് 100 ആളുകൾ ഉണ്ടെങ്കിൽ 99 ആളുകളും ഫെയിൽ ആവാനുള്ള പ്രോബിലിറ്റിയാണ് വളരെ ഹൈ എന്നുള്ളത്. എന്താ അതിനുള്ള റീസൺ? ഈ ഒരു എൻട്രൻസ് എക്സാംസിന് വേണ്ട യാതൊരു വിധത്തിലുള്ള പ്രീ റിക്വസിറ്റ്സ് ഇല്ലാതെയാണ് ഭൂരിഭാഗം ആളുകൾ വരുന്നത് എന്നുള്ളതാണ്. ആളുകൾ എവിടെയാണ് നമ്മുടെ ഇന്ത്യയിലെ പാരൻസിന്റെ ഫോക്കസ് എന്നുള്ളത്? ആദ്യത്തെ ഫോക്കസ് എന്നുള്ളത് സ്കൂളിൽ മുഴുവൻ A+ ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ്. സ്കൂളിൽ ലേണിംഗ് ഔട്ട്കംസ് ഡെലിവർ ചെയ്യുക എന്നുള്ളതല്ല. നമ്മുടെ ഈ എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സ് ഇത്ര അധികം നമ്മുടെ നാട്ടിൽ വ്യാപകമാവാനുള്ള റീസൺ എന്താണ്? നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പരാജയമാണ് നമ്മൾ എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സിലൂടെ കാണുന്നത്, അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, സ്കൂൾ ഒരു 12 വർഷം ഒരാള് അയാളുടെ ജീവിതത്തില് എല്ലാ തിങ്കൾ മുതൽ വെള്ളി അല്ലെങ്കിൽ ശനിയാഴ്ച വരെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യാൻ.
അയാളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം 12 വർഷം അയാൾ സ്പെൻഡ് ചെയ്യാണ്, അല്ലെങ്കിൽ 14 വർഷം പ്രീ KG അല്ലെങ്കിൽ KG അടക്കം സ്പെൻഡ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, നല്ല മാത്തമാറ്റിക്കൽ സ്കിൽസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, നല്ലൊരു സിവിലിയൻ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട്, അയാളുടെ കഴിവനുസരിച്ച് അയാളുടെ കഴിവുകൾ മനസ്സിലാക്കി അയാൾ നല്ലൊരു കോഴ്സിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും ഇത്രയധികം സമയം മേ ബി നല്ല ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഗവൺമെന്റ് പ്രൈവറ്റ് സ്കൂളിലൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ നടക്കുന്നത്? ഇതിൽ എത്ര ആളുകൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്, എത്ര ആളുകൾക്ക് നല്ല മാത്തമാറ്റിക്കൽ സ്കിൽസ് ഉണ്ട്, എത്ര ആളുകൾ അവരുടെ അഭിരുചികൾ മനസ്സിലാക്കി നല്ലൊരു കരിയറിൽ എത്തിപ്പെടുന്നുണ്ട്, എത്ര ആളുകൾ അറ്റ്ലീസ്റ്റ് നല്ല പൗരന്മാരായിട്ട് മാറുന്നുണ്ട്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ, അല്ലെ? ഇവിടെ ചില കാര്യങ്ങൾ പലതും സ്കൂൾസിന് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അവിടെയും ചില പ്രശ്നങ്ങൾ. ഒരു പാരന്റ്സിന്റെ ഒരു ചിന്താഗതി എന്താ? എങ്ങനെയെങ്കിലും 10th മുഴുവൻ A+ വാങ്ങണം. സർക്കാരിന്റെ ചിന്താഗതി എന്താ? എങ്ങനെയെങ്കിലും 10th കൂടുതൽ A+ മാക്സിമൈസ് ചെയ്യണം. 2007 കേരളത്തിൽ നിന്ന് മുഴുവൻ A+ കിട്ടിയ, ഞാൻ 2007 എഴുതി, അതുകൊണ്ട് ഈ കണക്ക് പറയുന്നത്, മുഴുവൻ A+ കിട്ടിയ ആളുകളുടെ എണ്ണം 4,50,000 ഏകദേശം 4,000 ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ വർഷം 60,000 ആണ്, 15 ഇരട്ടിയാണ്. ഈ A+ കിട്ടി വരുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു ധാരണ ഇല്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്. ഞാൻ പല കുട്ടികളും കണ്ടിട്ടുണ്ട്, ചോദിക്കും മെഡിസിൻ, മെഡിസിൻ കുഴപ്പമില്ല, ബയോളജിക്ക് A+ ആണ്, എഞ്ചിനീയറിംഗ് മാത്സിന് A+ ആണ്, ഇനി ലാംഗ്വേജ് ഇംഗ്ലീഷിന് A+ ആണ്, മലയാളത്തിന് A+ ആണ്. അപ്പോൾ ഇത് എല്ലാവർക്കും A+ ആയിട്ട്, എല്ലാത്തിനും A+ ആയിട്ട് കുട്ടികൾക്ക് തന്നെ കൺഫ്യൂഷൻ ആണ്, എന്ത് ചെയ്യണം എന്നറിയില്ല. എന്നിട്ടോ പാരന്റ്സ് ഒരു ഒറ്റമൂലി പോലെ ആദ്യം ഫുള്ള് ബോർഡ് എക്സാമിൽ ഫോക്കസ്ഡ്, ലേണിംഗ് ഔട്ട്കംസ് എന്താവണം, എങ്ങനെയാണ് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടി മേ ബി ഒരു IIT അല്ലെങ്കിൽ NIT അല്ലെങ്കിൽ എയിംസിലൊക്കെ എത്താൻ എന്ത് വേണം, എന്തൊക്കെയായാലും നല്ലൊരു ഡെസ്റ്റിനേഷൻ ആണല്ലോ, അതൊന്നും ഇല്ലാതെ ഒരു അത് കഴിഞ്ഞിട്ട് എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ കൊണ്ടുപോയാക്കാം. എന്നിട്ട് 1, 2, 3 കോടി രൂപ എന്ത് ചെയ്യുന്നു, ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്നു, 1, 2, 3 ലക്ഷം രൂപ. അതുകൂടാതെ വർഷങ്ങൾ മിസ്സാക്കി കളയുന്നു. അവസാനം ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിൽ എഞ്ചിനീയറിംഗ്, മെഡിസിൻ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ആ കോളേജിൽ നമ്മൾ ലക്ഷങ്ങൾ ലോൺ എടുത്ത് ചേരുന്നു. കേരളത്തിൽ നിന്നുള്ള വിദ്യാഭ്യാസ ലോൺ, കേരളത്തിൽ നിന്ന് മാത്രമുള്ള വിദ്യാഭ്യാസ ലോൺ എന്നുള്ളത് 10,000 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തപ്പെട്ടത്. 10,000 കോടി രൂപ. എൻട്രൻസ് കോച്ചിങ് ഇൻഡസ്ട്രി 60,000 കോടിയാണെങ്കിൽ എഡ്യൂക്കേഷൻ ലെൻഡിങ് ബിസിനസ് എന്നുള്ളത് അതിന്റെ ഒരു 5 or 6 ഇരട്ടിയാണ്. ഇത്രയധികം പണം സ്കൂളിങ്ങിനും കോച്ചിങ്ങിനും സ്പെൻഡ് ചെയ്തിട്ട് അവസാനം അതിന്റെ ഒരു 5 ഇരട്ടി 10 ഇരട്ടി പണം ഹയർ സ്റ്റഡീസിന് സ്പെൻഡ് ചെയ്യേണ്ട ഒരു ദുരവസ്ഥയിലാണ് കേരളത്തിലെ പാരന്റ്സ് ഉള്ളത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു ഫെയിലിയർ ആണ് ഈ ഒരു ബിസിനസ്സുകളെ നിലനിർത്തുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അല്ലെ? അവിടെ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫാൾസ് സംഭവങ്ങൾ അവരുടെ മനസ്സിലുണ്ട്, അല്ലെ? കുട്ടി MBBS എടുക്കണം, MBBS എടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കുക? MBBS എടുക്കണം എന്നുണ്ടെങ്കിൽ നീറ്റ് പരീക്ഷ എഴുതണം. നീറ്റ് പരീക്ഷ എഴുതിയാൽ ഒരു ഈ പറഞ്ഞ പോലെ top 50,000 അല്ലെങ്കിൽ top 30,000 റാങ്കിൽ വരണം. അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് സ്വാശ്രയ കോളേജിൽ, സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നമുക്ക് കോടികൾ കൊടുത്ത് നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് വിദേശത്തോട്ട് വിടാം. അതിന്റെ ലീഗൽ റിസ്കുകളോ ഫൈനാൻഷ്യൽ റിസ്കുകളോ ഒന്നും കണക്കിലെടുത്താതെ നമുക്കൊരു 50 or 60 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് വിടാം. ഈ ലോണൊക്കെ ആര് തിരിച്ചടക്കും എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. എൻട്രൻസ് കോച്ചിങ്ങിന് മേ ബി 4 ലക്ഷം 5 ലക്ഷമാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ആ MBBSന് സ്പെൻഡ് ചെയ്യുന്നത് വീണ്ടും 60 ലക്ഷമാണ്. അപ്പൊ എവിടെയാണ് പ്രശ്നം? ഈ പ്രശ്നം എന്നുള്ളത് അതിന്റെ പ്ലാനിങ്ങിലാണ്. അതുകൊണ്ടാണ് X&Y ലേണിംഗിൽ എന്തുകൊണ്ട് ഞങ്ങൾ നേരെ ഒരു JEE കോച്ചിങ് തുടങ്ങിയില്ല, ഞങ്ങൾ നേരെ താഴെ നിന്ന് തുടങ്ങാനുള്ള റീസൺ എന്നുള്ളത്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല കരിയറുകളിൽ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, നമുക്ക് കൃത്യമായ പ്ലാൻ വേണം. എവിടെ എങ്ങനെ എത്തണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു പ്ലാനിങ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണം. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല കോമ്പീറ്റൻസി വേണം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. 2-3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ UAE മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇപ്പോൾ AI വേണ്ടി ലോകത്ത് സ്ഥാപിക്കപ്പെട്ട ഫസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി. ഈ ഒരു യൂണിവേഴ്സിറ്റിയിലോട്ട് എങ്ങനെയാണ് അഡ്മിഷൻ എന്നുള്ളത്, അവിടെ JEE NEET ഒന്നുമില്ല, പക്ഷേ കുറച്ചുകൂടി ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷേ ഇവിടെ അപ്ലൈ ചെയ്യപ്പെടുന്നതിൽ <1% മാത്രമാണ് അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടിയത് ഇന്ത്യക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. അപ്പോൾ അവിടെ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിനക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയത്? അവൾക്ക് JEE കിട്ടിയിരുന്നു, എന്നിട്ട് IIIT ഹൈദരാബാദിൽ അഡ്മിഷൻ കിട്ടിയിരുന്നു, പക്ഷേ അവൾ ഇതാണ് എടുത്തത്. അവിടെ 2 കോടി രൂപയാണ് അവൾക്ക് ലഭിച്ചിട്ടുള്ള സ്കോളർഷിപ്പ് എന്നുള്ളത്, 2 crore rupees. ഓക്കെ. അപ്പോൾ അവളോട് ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് അവിടെ അഡ്മിഷൻ കിട്ടിയത്? സോ ഷീ ടോൾഡ്, ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിന്റെ ട്രെയിനിങ് ക്യാമ്പിലോട്ട് ഞാൻ പോയിരുന്നു എന്നുള്ളത്. ഓക്കെ. അതേപോലെ തന്നെ വേൾഡ് ഡിബേറ്റിംഗ് കോമ്പറ്റീഷനിൽ ഞാൻ എൻ്റെ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്ത് പങ്കെടുത്തിരുന്നു. അവിടെ എന്താ, ഷി ഹാഡ് എ പ്ലാൻ. എനിക്ക് ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ ഇന്നെന്ന സ്കിൽ സെറ്റ് ആണ് വേണ്ടത്. ആ സ്കിൽ സെറ്റ് ഉണ്ടാക്കി അതിൽ കോമ്പറ്റൻസി ഞാൻ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ആ പ്രൂവ് ചെയ്തത് മേ ബി JEE എക്സാമിലൂടെ ആവാം, നാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിലൂടെ ആവാം, ഇതിലൂടെയൊക്കെ ഞാൻ പ്രൂവ് ചെയ്യാം. ഇതാണ് പോയിന്റ് എന്നുള്ളത്.
അപ്പോൾ ഇതൊരു ലോങ്ങർ ജേണിയാണ്. നല്ലൊരു കരിയർ ഉണ്ടാവുക, നല്ലൊരു പൊസിഷനിൽ എത്തുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിൽ 10ാം ക്ലാസ്സിന് ശേഷം ആലോചിച്ച് തുടങ്ങേണ്ടതല്ല. 10ാം ക്ലാസ്സിന് ശേഷം ആലോചിച്ച് തുടങ്ങുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫെയിലിയർ റേറ്റ് കൂടുന്നത്, അല്ലേ? അപ്പൊ അവിടെ അത് ആലോചിച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കൃത്യമായൊരു പ്ലാൻ വേണം. പാരന്റ്സിനെ ലാക്ക് ചെയ്യുന്നത് ഇതാണ്. സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കോളും, എന്നിട്ട് എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ കൊണ്ടുപോയിടും, അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ആയിക്കോളും. ഈ പ്ലാൻ ഇല്ലായ്മയാണ് ബേസിക്കലി നിങ്ങളുടെ ക്യാഷ് ആയിട്ട് നിങ്ങൾ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. കുട്ടികളും അതെ. അതേപോലെ തന്നെ ഒരു കോമ്പീറ്റൻസി. ഇപ്പോൾ നമ്മൾ എക്സാമിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഒരു 6ാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് എഴുതാവുന്ന ഒളിമ്പ്യാഡ് എക്സാംസ് ഏതൊക്കെയാണ്? ഇപ്പോൾ നാഷണൽ ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡിൽ കേരളത്തിലെ ടോപ്പ് 15ൽ 4 ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നത് നമ്മുടെ സ്റ്റുഡൻ്റ് ആണ്. റീജിയണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിൽ കേരളത്തിലെ ഗോൾഡ് മെഡലിസ്റ്റ് പൂജ ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ അവരെന്താണ്, അവർ മാത്തമാറ്റിക്സിലെ സ്കില്ല് നമ്മൾ ബിൽഡ് ചെയ്യാണ്, സയൻസിലെ സ്കില്ല് ബിൽഡ് ചെയ്യാണ്. ഈ സ്കില്ല് ബിൽഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് അവർ ഭാവിയിൽ ഇനി ജെഇ ആവട്ടെ, ജെഇക്കാണെങ്കിൽ ജെഇക്ക് റെഡിയാണ്. ഇനി പുറത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ആണെങ്കിൽ ഈ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ്, ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡിലെ ടോപ്പർ എന്നുള്ള നിലക്ക് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുകയാണ്, അവർക്ക് സ്കോളർഷിപ്പ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുകയാണ്. ഇനി പുറത്ത് ഏതെങ്കിലും ടെസ്റ്റ് അവർക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ അവിടെ അവരുടെ സ്കിൽ ലെവൽ എന്താണ്, ആ ടെസ്റ്റിന് കമ്പാറ്റബിൾ ആയിട്ടുള്ള സ്കിൽ ലെവൽ അവർ ബിൽഡ് ചെയ്യാണ്. ഈ ഒരു കാര്യമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. ഏതൊരാൾക്കും എൻട്രൻസ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രൊവൈഡഡ് ഇനഫ് ടൈം. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാത്തതും എന്താണ്, സമയമാണ്. നമ്മൾ ജെഇ പരീക്ഷ എടുത്ത് ആലോചിക്കുക. അടുത്ത ജെഇ പരീക്ഷ, ഇനി അടുത്ത വർഷത്തെ ജെഇ പരീക്ഷയുടെ ഫസ്റ്റ് സെഷൻ ജനുവരിയിൽ നടക്കും. എന്നാണ് റിപ്പീറ്റിംഗ് തുടങ്ങുക? ജൂണിലാണ് തുടങ്ങുക. ജൂൺ മുതൽ ജനുവരി വരെ 7 മാസമാണ് സമയം. ഈ 7 മാസം കൊണ്ട്, കഴിഞ്ഞ 2 വർഷം കൊണ്ട് കുട്ടി പഠിക്കാത്ത കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചെടുക്കും എന്നാണ്, ഈ 7 മാസം കൊണ്ട് പഠിച്ചെടുക്കുന്നതാണ് പാരന്റ് അസ്യൂം ചെയ്യുന്നത്. ഒരു കൊല്ലം അവിടെ കൊടുത്താൽ മതിയല്ലോ. ഒരു കൊല്ലം ആക്ച്വലി ഇല്ല, 7 മാസമുള്ളത്. ഞാൻ 7 മാസം കൊണ്ട് എന്തോ മല മറിക്കും എന്നുള്ളത്. എന്നാൽ ഈ ഒരു നേരത്തെ പ്രിപ്പയർ ചെയ്ത് വരുന്ന ഒരു കുട്ടിയെ എന്താ, നമ്മുടെ തോട്ട് പ്രോസസ് അങ്ങനെ പോയത്. നേരത്തെ പ്രിപ്പയർ ചെയ്ത് വരുന്ന ഒരു കുട്ടിയോ, അവന് ഈ ഒരു 2 വർഷം കൊണ്ട് പഠിക്കേണ്ടത് അവൻ 4-5 വർഷം കൊണ്ട് അവന് കുറച്ചുകൂടി സ്ട്രെസ് ഫ്രീ ആയിട്ട് നല്ലൊരു എൻവയോൺമെന്റിൽ പഠിച്ചെടുക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യമാണ് ആളുകൾക്ക് കോറിലി മനസ്സിലാവാതെ പോകുന്നത്. ആളുകൾ എൻട്രൻസ് കോച്ചിങ് സെന്ററിന് ഔട്ട്കം ഇല്ല എന്ന് പറയാനുള്ള പ്രധാന റീസൺ എന്താണ്? അവര് ആ എൻട്രൻസ് കോച്ചിങ് സെന്ററിന് വേണ്ട ഒരു ബേസിക് പ്രീ റിക്വസിറ്റ്സ് ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ്. റൈറ്റ്. അവിടെ സ്വാഭാവികമായിട്ടും പല എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സ് ഉപയോഗിക്കുന്ന മേ ബി റോങ് സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കാം, അൺഎത്തിക്കൽ ആയിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടായിരിക്കാം. ശരിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഡോക്ടർ ആവാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും IIT കിട്ടും എന്ന് പറയുന്നു. ഞങ്ങൾ ആരോടും എന്താ പറയാ, ഞാൻ എപ്പോഴും എല്ലാവരും എൻ്റെ സെയിൽസ് സ്റ്റാഫിനോട് എപ്പോഴും പറയാറുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, എന്താണെന്നറിയോ? ഒരിക്കലും ആളുകൾക്ക് ഔട്ട്കം പ്രോമിസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിച്ചാൽ IIT കിട്ടും, നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിച്ചാൽ എഞ്ചിനീയറിംഗ് കിട്ടും, നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിച്ചാൽ മെഡിസിൻ കിട്ടും. ഇല്ല. പകരം എന്താ ചെയ്യേണ്ടത്? നമ്മൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ള ചാൻസസ് കൂടും പ്രൊവൈഡഡ് നിങ്ങൾ പഠിച്ചാൽ. ഇതാണ് അതിലെ എക്സാക്ട് കാര്യം എന്നുള്ളത്. ഏതൊരു എൻട്രൻസ് കോച്ചിങ് സെന്റർ, ഈവൻ XY ലേണിംഗ് ആവട്ടെ, ഇവിടുത്തെ ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ടിന്റെ 70% 80% ഉടമസ്ഥാവകാശം ആർക്കാണ്? ആ കുട്ടിക്കാണ്, അല്ലാതെ ഞങ്ങൾക്കാർക്കും അല്ല. അത് ഏത് കോച്ചിങ് സെന്റർ എടുത്താലും അതെ, അല്ലെ? ആ കുട്ടിയുടെ കഴിവ്, ആ കുട്ടി ബിൽഡ് ചെയ്ത സ്കില്ലിന്റെ മേലെയാണ് ആ റിസൾട്ട് ഉണ്ടാവുന്നത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ 100 കുട്ടികളിൽ 99 ആൾക്കാർക്കും കിട്ടില്ല. ഒരു കുട്ടിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ആ ഒരു കുട്ടിക്ക് കിട്ടിയത് എൻട്രൻസ് കോച്ചിങ്ങിന്റെ ഗുണമാണെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, അതല്ല കുട്ടിയുടെ ഗുണമാണെന്നാണ്. എന്താണ് ലോജിക്കൽ? ആ കുട്ടിയുടെ ഗുണമാണ്. നമ്മൾ XY ശ്രമിക്കുന്ന എന്താണ്? അത് മാക്സിമൈസ് ചെയ്യാനാണ്. ഒരാൾക്ക് കിട്ടുന്നതിന് പകരം 10 ആളുകൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ബേസ് ഉള്ള കുട്ടികൾ വരണം. ഒരാൾക്ക് കിട്ടുന്നതിന് പകരം 50 ആൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ഫൗണ്ടേഷൻ ഉള്ള കുട്ടികൾ വരണം. അവർക്കാണ് ഈ ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കിട്ടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പോയിന്റ് എന്നുള്ളത്. ഓക്കെ. ഈ ഒരു തോട്ട് പ്രോസസ്സിൽ ചിന്തിക്കാൻ തുടങ്ങുന്ന സമയത്തെ കേരളത്തിൽ കോമ്പറ്റീറ്റീവ് എക്സാംസിൽ കുട്ടികൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു ഔട്ട്കത്തിലോട്ട് നമ്മുടെ കുട്ടികൾ എത്തണം എന്നുണ്ടെങ്കിൽ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് XY പോലുള്ള പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് 6 മുതൽ 10 വരെ ക്ലാസ്സിലെ സ്റ്റുഡൻസിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലൈക്ക് വി ക്യാൻ എന്താ പറയുക, എക്സ്പ്ലെയിൻ ടു യു ഹൗ വി വർക്ക് എന്നുള്ളത് നിങ്ങൾ താഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകുക. ഇനി എല്ലാവരും കോച്ചിങ്ങിന് ചേരണമെന്നുണ്ടോ? ഇല്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫണ്ടമെന്റൽ ആയിട്ട് ഫോളോ ചെയ്യേണ്ട ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഒന്നാമത്തേത്, നിങ്ങൾ ഇന്ത്യയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ NCERT റിഗ്രസ്ലി ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമും ഫ്രം JEE and NEET and CUET ടു സിവിൽ സർവീസ് എക്സാം വരെ NCERT 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERT ആണ് ഇതിൻ്റെ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ എന്നുള്ളത്. ഇതിൽ നിന്നാണ് ചോദ്യങ്ങളൊക്കെ വരുന്നത്. ഈ NCERT തറോ ആക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്കൂളിലെ മാർക്കിനപ്പുറം ഈ NCERT ബേസ്, അതിൻ്റെ ഔട്ട്കംസ് ബേസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. രണ്ടാമത്തത്, പാരൻസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഒരു പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതാണ്. പ്ലാനുകൾ മാറാം, നമുക്ക് 2 3 പ്ലാനുകളാവാം. പക്ഷേ പ്ലാനുകൾ ഇല്ലാത്ത അവസ്ഥ നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചറിനെ ഭാവിയിൽ തകർക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പല ആളുകളും ഹ്യൂജ് ലോൺ എടുത്ത് വലിയ ഫൈനാൻഷ്യൽ ബേർഡൻ എടുത്തുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ പോകാനുള്ള ഒരു റീസൺ എന്താണ്? ഈ പ്ലാൻ ഇല്ലാത്തത് കൊണ്ടാണ്.
ഞാൻ ഒരുപാട് ജീനിയസ് ആയിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്, എന്നെക്കാളും ജീനിയസുകളും ടാലൻറ്റഡ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ എന്നാൽ ലൈഫിൽ എവിടെയും എത്തിപ്പെടാൻ പറ്റാത്ത ആളുകളായിട്ട് പലപ്പോഴും മാറുന്നത് കണ്ടിട്ടുണ്ട്. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ടാലൻറ്റും ഈ ജീനിയസും ഒന്നും അല്ല എന്ത് ചെയ്യുന്നത് നമ്മൾ എവിടെ എത്തിപ്പെടുന്നു തീരുമാനിക്കുന്നത്. നേരെ പക്ഷേ നമ്മൾ എവിടെ എത്തിപ്പെടുന്നു തീരുമാനിക്കുന്നത് നമുക്കൊരു പ്ലാൻ ഉണ്ടോ എന്നുള്ളതും നമുക്കൊരു ഡ്രീം ഉണ്ടോ എന്നുള്ളതും അതിലോട്ട് റിഗറസ്ലി വർക്ക് ചെയ്യാൻ നമ്മൾ റെഡിയാണോ എന്നുള്ളതാണ്. ഇതാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന കാര്യം എന്നുള്ളത്. നമ്മളെ ഈ ഡ്രീമിലോട്ട് എയ്ഡ് ചെയ്യുന്ന കാര്യം മാത്രമാണ് കോച്ചിങ്, മെന്ററിങ് തുടങ്ങിയ കാര്യങ്ങൾ. ഈ കോച്ചിങ് ഇന്ന വേ ഒരു നെസസറി ഈവിൾ ആണ്. നെസസറി ഈവിൾ എന്ന് ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ കോച്ചിങ് JEE പോലത്തെ പരീക്ഷകൾ എടുത്ത് മാറ്റി വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? അങ്ങനെയാണെങ്കിൽ +2 മാർക്കിനെ ബേസ് ചെയ്ത് അഡ്മിഷൻ എടുക്കാമെന്ന് പറയും. അപ്പോൾ +2 മാർക്കിനെ ബേസ് ചെയ്ത് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ +2 മാർക്ക്, +2 എക്സാമും സിലബസും എല്ലാം കുറച്ചുകൂടി റിഗറസ് ആയിട്ട്, അല്ലെങ്കിൽ അതേപോലെ തന്നെ എക്സാംസ് കുറച്ചും കൂടി ടഫർ ആവും, മാർക്ക് കിട്ടാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാവും. അപ്പോൾ +2 മാർക്കിന് കോച്ച് ചെയ്യുന്ന സ്ഥാപനങ്ങൾ തുടങ്ങും. JEE പകരം +2 മാർക്കിന് വേണ്ടി കോച്ചിങ് ഉള്ള സ്ഥാപനങ്ങൾ തുടങ്ങും. ഇത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ത്യ പോലെ ഇത്ര ഹ്യൂജ് പോപ്പുലേഷനുള്ള ഒരു കൺട്രിയെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഔട്ട്കം ഏൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ എന്തെങ്കിലും എക്സാമോ ടെസ്റ്റോ എന്തെങ്കിലും ഒരു മാനദണ്ഡം ഉണ്ടാവും. അതിന് ടെസ്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനദണ്ഡമാണ് എന്നുണ്ടെങ്കിൽ ആ മാനദണ്ഡത്തിലോട്ടുള്ള കോച്ചിങ് ഉണ്ടാവും. ഇതാണ് നോർമലി നടക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കോച്ചിങ് എന്നുള്ളത് അവിടെ എക്സിസ്റ്റ് ചെയ്യും. പക്ഷേ ഈ കോച്ചിങ് കൊണ്ട് മാത്രം ഔട്ട്കം ഉണ്ടാവുന്ന ആളുകൾ വിചാരിക്കുന്നിടത്താണ് പ്രശ്നം. ആ കോച്ചിങ്ങിൽ ഔട്ട്കം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കോച്ചിങ്ങിലോട്ട് കിട്ടുന്ന ഇൻപുട്ട് അടിപൊളിയാവണം. ആ ഇൻപുട്ടാണ് നമ്മുടെ സ്റ്റുഡൻസ് എന്നുള്ളത്. ആ ഇൻപുട്ട് അടിപൊളിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോച്ചിങ്ങിന് വേണ്ടി എത്ര ലക്ഷങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് കോച്ചിങ് ഇൻഡസ്ട്രിയുടെ ഒരു റിയാലിറ്റി എന്നുള്ളത്. ഏതൊരു ഇൻഡസ്ട്രി എടുത്ത് നോക്കുകയാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. കോച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ JEE മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കേരള PSC UPSC ഒക്കെ വരുമ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ റിയാലിറ്റി എന്നുള്ളത്. അവിടെ 99% ആളുകളും പരാജയപ്പെടാനുള്ള റീസൺ എന്താണ്? അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ അവർക്ക് അതിനുള്ള ഒരു എന്താ പറയുക ഫൗണ്ടേഷൻ ഇല്ല, അവർക്കുള്ള ബേസിക്സ് ഇല്ല. ഏതാവട്ടെ, JEE ഫൗണ്ടേഷൻ മാത്രമല്ല, സിവിൽ സർവീസ് ആവട്ടെ ഏതാവട്ടെ, അവർക്ക് അതിന് വേണ്ട ഒരു പ്ലാനിങ് അവർ നേരത്തെ നടത്തിയില്ല എന്നുള്ളതാണ്. ആരാണ് ഈ എക്സാംസിലൊക്കെ കയറി പോകുന്നത്? ആ പ്ലാനിങ് നേരത്തെ തുടങ്ങിയ ആളുകളാണ്. ഇത്തവണത്തെ UPSC എക്സാമിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്നു. ഞാൻ അതിൻ്റെ ഫലം നോക്കിയായിരുന്നു. ടോപ്പ് 10ൽ 4 ആളുകൾ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിച്ച ആളുകളാണ്. അപ്പോൾ അവർ ഓൾറെഡി പ്രൂവൺ ആണ്. പ്രോബ്ലി CUT എന്ന് പറയുന്ന ഒരു എക്സാമിനോട് അവർ പ്രൂവൺ ആണ്. അതേപോലെ തന്നെ ഡൽഹി എന്നുള്ള ഒരു എക്കോസിസ്റ്റം, ഡൽഹിയിൽ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, മലപ്പുറത്ത് ഒരു കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവനെ കമ്പയർ ചെയ്യുമ്പോൾ കോച്ചിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് അല്ലേ? അവന് അങ്ങനെ നല്ലൊരു എൻവയോൺമെന്റ് കിട്ടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവന്റെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടൊരു മൊമെന്റ് ആണത്. ഈ ലൈഫ് ചേഞ്ചിങ് ആയിട്ടൊരു മൊമെന്റിലോട്ട് നമ്മളെ കുട്ടികൾ എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവർ നേരത്തെ തന്നെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് അനത്തിക്കൽ പ്രാക്ടീസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ആ അനത്തിക്കൽ പ്രാക്ടീസിന്റെ കൂടെ തന്നെ ഇവിടെ കുട്ടികളെ സ്റ്റാർ ആക്കുന്നത് കോച്ചിങ് അല്ല, പാരൻസ് ആണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പാരൻസിന്റെ പ്ലാനിങ്ങും പാരൻസിന്റെ മോട്ടിവേഷനും അതേപോലെ തന്നെ ആ കുട്ടികളുടെ റിഗറസ് ആയിട്ടുള്ള ഹാർഡ് വർക്കാണ് അവർ എവിടെയെങ്കിലൊക്കെ എത്തിക്കുന്നത്. കോച്ചിങ് മേ പ്ലേ 20 to 30%. ദ റെസ്റ്റ് ഈസ് ദ ഹാർഡ് വർക്ക് ഓഫ് കിഡ്സ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ കുട്ടികൾ നേരത്തെ ഹാർഡ് വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ഇപ്പോൾ 10th നമ്മുടെ ഫൗണ്ടേഷൻ കഴിഞ്ഞ പല സ്റ്റുഡൻസും ഫ്രീ ആയിട്ട് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾസിൽ പഠിക്കുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 lakhs നമ്മൾ ഫീസായിട്ട് സ്പെൻഡ് ചെയ്യണം. ബാക്കി ഹോസ്റ്റൽ സ്കൂളൊക്കെ വേറെ. ഇത് പലതും ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള റീസൺ എന്താണ്? ആ കുട്ടികൾ അവരുടെ ഒരു കോമ്പിറ്റൻസി പ്രൂവ് ചെയ്തു എന്നുള്ളതാണ്. ഈ കോമ്പിറ്റൻസി പ്രൂവ് ചെയ്തുകൊണ്ടാണ് മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റിയിൽ ആ പെൺകുട്ടി 2 കോടി രൂപ സ്കോളർഷിപ്പിന് പഠിക്കുന്നത്. ഈ കോമ്പിറ്റൻസി പ്രൂവ് ചെയ്തുകൊണ്ടാണ് ആളുകൾ എയിംസിൽ 1500 രൂപയ്ക്ക് MBBS പഠിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ 8 ലക്ഷോ 10 ലക്ഷോ കൊടുക്കേണ്ട MBBS 1000 രൂപ ഫീസ് കൊടുക്കാനുള്ള റീസൺ അതാണ്. ആ കോമ്പിറ്റൻസി പ്രൂവ് ചെയ്തുകൊണ്ടാണ് ചില ആളുകൾ IIT-യിലും ആ കോമ്പിറ്റൻസി പ്രൂവ് ചെയ്യാത്തവരാണ് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലും പഠിക്കുന്നത്. അവർ മോശക്കാരായതുകൊണ്ട് അവർക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടോ അല്ല. ബട്ട് ഈ ലൈഫിൽ നമ്മൾ മുമ്പിലെത്തണം എന്നുണ്ടെങ്കിൽ ദർ ഈസ് സം ഡിസിപ്ലിൻ ദാറ്റ് വി ഫോളോ എന്നുള്ളതാണ്. ആ ഡിസിപ്ലിൻ ചെറിയ പ്രായത്തിൽ കുട്ടികളിൽ ഇൻസ്റ്റിൽ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് ദ റിയാലിറ്റി ഓഫ് ദ കോച്ചിങ് ആൻഡ് ദ കോച്ചിങ് ഇൻഡസ്ട്രി. ഓക്കെ, പെക്സാൻവയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ നൽകുന്നുണ്ട്. ഗിവ് യുവർ ഡീറ്റെയിൽസ് ആൻഡ് വി വിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു. അതേപോലെ തന്നെ ഈ ഒരു റിയാലിറ്റി നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് റെസണേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാരൻസ് ഗ്രൂപ്പ്സിലും ടീച്ചേഴ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഡു ഫോളോ മീ. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.